പിന്നെയും ചുമക്കൊരു കുറവില്ല കേട്ടോ എല്ലാവരിലേക്കും. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഏകദേശം സമയം നമുക്ക് പറയാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ആയിട്ട്, സോറി 1 മണി കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ആക്ച്വലി ഇപ്പോഴാണ് ഇവിടെ ഇടയത്താഴം കഴിക്കുന്നത്. ഇപ്പോൾ ഇടയത്താഴം കഴിച്ചിട്ട് കയറി കുറച്ച് നേരം കളിച്ച് വെച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും. പിന്നെ നാളെ എണീക്കത്തുള്ളൂ. നാളെ എന്ന് പറഞ്ഞാൽ നാളെ ഒരു ഉച്ചച്ചരയോടൊക്കെ കഴിയുമ്പോഴത്തേക്കിനെ എണീക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഒരു എന്താ പറയുക അത്താഴം മുതൽ ഇഫ്താർ വരെയുള്ള നമ്മുടെ ഒരു ചെറിയൊരു ബ്ലോഗ് റുട്ടീൻ എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഞാനിപ്പം അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് 5 ലക്ഷം വീണ്ടും പോകേണ്ട ഉള്ളതായിരുന്നുകൊണ്ട് ഞാൻ പോയിട്ട് വന്നാണ് കേട്ടോ. അപ്പം ഇന്ന് അപ്പവും എഗ്ഗ് കറിയാണ്, ഒരു സ്പെഷ്യൽ എഗ്ഗ് കറിയാണ്. ഓ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പം എപ്പോഴും എല്ലാവർക്കും അറിയാം കറക്റ്റായിട്ട് ഓടി വരും. ഇത് എൻ്റെ വേറൊരു ട്രൈപ്പോഡ് ഉണ്ട്, ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഈ കളിയൊക്കെ കളിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം. വീഡിയോസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മനസ്സിലായി. അവരൊക്കെ ഒന്ന് ലൈക്കും ചെയ്യും, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്. പാകൂടെ കുടിക്കോ വരും. അപ്പോൾ ഇത് ഈ ഒരു ചെറിയൊരു മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താണൊരു ചെറിയ പച്ച കളറാണിത്. അപ്പം എഗ്ഗ് മര്യാദയ്ക്ക് ആ ബെഡെല്ലാം വൃത്തിയാക്കി ക്ലിയർ ആക്കിക്കോണം.
ഇനി നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ഏകദേശം വൈകിട്ട് 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടത്തേക്ക് നോമ്പ് തുറന്നൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അത്താഴമൊക്കെ ആയിട്ട് കഴിക്കാനായിട്ടാണ് ബീഫ് ബിരിയാണി ഞാൻ പ്രിപ്പയർ ചെയ്യാമെന്ന് വരുന്നത്. അപ്പം അതിന് മുമ്പ് എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാനാണെങ്കിൽ അത്താഴം ഇന്നലെ രാത്രി അത്താഴം കഴിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുറച്ച് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കഴിയിട്ടില്ലായിരുന്നു. നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടേ. അതേതല്ലോ ഞാൻ മെഹന്തി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഒരധികം മെഹന്തി ഞാൻ കൊണ്ടുവന്നു കേട്ടോ. അതേ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഇവിടെ ഓർഗാനിക് ഫ്രൂട്ട്സ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാനിവിടെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ ഞാൻ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണയൊക്കെ ഇവിടെ ഓർഗാനിക് ഫ്രൂട്ട്സ് സെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ ഞാൻ ചെയ്യുന്നില്ല. ഇത്തവണ ഞാൻ പ്രോഡക്റ്റ്സ് ഒന്നും അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എവിടെ പൂജ കാണാനാ? എവിടെ പോയി? പോയോ? അർത്ഥം കൊണ്ടുവരുന്നത് ചെറിയ പോയി കളിച്ചു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മാങ്ങയാണ് കേട്ടോ. അപ്പം ഇപ്പോഴാണ് ഏകദേശം 1-2 എണ്ണം. ഇത് ചെറിയ നിങ്ങുള്ളെന്ന് കണ്ടിട്ട് എടുത്താണ്, പക്ഷെ മൂച്ചൊക്കെ പച്ചയാണ്. ഞാൻ വിചാരിച്ചു പഴുത്ത് ഏകദേശം മഞ്ഞ കളറുള്ളത് നല്ല ഡാർക്കൊരു ഓറഞ്ച് ഷെയ്ഡാണ്. അപ്പം അങ്ങനെയുള്ള മാങ്ങ എടുത്ത് ജസ്റ്റ് ചെത്താവുന്നത്. ഇന്ന് അധികം പൊരിയൊന്നും ഉണ്ടാക്കുന്നില്ല, കാരണം ഇന്നലെ കുറേ അധികം പൊരികളുണ്ടായിരുന്നു. കുറേ അധികം എന്ന് വെച്ചാൽ മുട്ട ബജി, അങ്ങനെ മറ്റേ ഉള്ളിൽ ചമ്മന്തിയൊക്കെ വെച്ചിട്ടുള്ള മുട്ട ബജി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ചെന്ന് പറയുന്നത് അതിൽ ഉള്ളിവടയൊക്കെ ഇന്ന് ബാക്കിയുണ്ട്. അത് മാത്രമല്ല ഇവിടെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ അങ്ങനെ പൊരി വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പൊരി എടുക്കുന്നില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് ഫ്രൂട്ട്സ് കഴിഞ്ഞു കുറച്ച് ജ്യൂസും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാകുമ്പം ഒരുപാട് വേസ്റ്റ് കിട്ടില്ല. ഇനിയിപ്പം എന്താ പറയുക, പെരുന്നാളൊക്കെ അടുത്ത് വരുമല്ലേ, അപ്പം ഇനിയിപ്പം ഉണ്ടാക്കി വെച്ചാലും വലിയ ഇതാവില്ലാന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് മാങ്ങയും പേരയ്ക്കുണ്ട്. ഞാനാണെങ്കിൽ ഒരു ബോക്സ് പേരയ്ക്ക കഴിഞ്ഞ ദിവസം ഞാൻ പാണ്ടിയിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്നതിൽ അത് 2 എണ്ണേ എടുത്തിട്ടുള്ളൂ. പിന്നെ മറ്റേ നമ്മൾ ചീക്കുടിക്കുന്ന മാങ്ങാണല്ലോ അതുണ്ട്, പക്ഷേ ഭയങ്കര കൊടുത്തത് പഴുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. മൂടി വെച്ചാൽ അറിയില്ല, അത് പഞ്ചസാരയിട്ട് ജ്യൂസ് അടിക്കാം എന്നുള്ളൊരു പ്ലാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആകെ ഓറഞ്ചും നാരങ്ങാവെള്ളവും പിന്നെ അതേ മാങ്ങായും മാത്രമേ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളേ. എൻ്റെ പേര് ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ വാങ്ങിച്ചതാ. എല്ലാവരും നോമ്പ് തുറന്ന് പള്ളിയിൽ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ നോമ്പ് തുറക്കാനിരുന്നത്. അപ്പോഴേക്കും കുഞ്ഞു ബേബി അത്യാവശ്യം നല്ല അലമ്പായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സൗദിയിലെ നോമ്പുള്ള ദിവസം എൻ്റെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അല്ലാത്തൊരു ദിവസത്തെ വീഡിയോ ഇങ്ങനെ ഇൻഷാ അല്ലാഹ് ഇടുന്നതായിരിക്കും. വീഡിയോയ്ക്ക് ഒരുപാട് കുറ്റങ്ങൾ കാണും, കുറവുകൾ കാണും. അതൊക്കെ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ശരിയാക്കുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പം ഞാൻ പോട്ടെ, ടാറ്റാ.